നമുക്ക് ഹിന്ദിയിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? ഓക്കെ, നീ അവിടെ എന്ത് ചെയ്യുക? എങ്ങനെ ഹിന്ദിയിൽ ചോദിക്കാം? നീ അവിടെ എന്ത് ചെയ്യുക? ഹാ, തും വഹാ ക്യാ കർ രഹേ ഹോ? തും വഹാ ക്യാ കർ രഹേ ഹോ എന്നാണ് ഈ സെൻറ്റൻസ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്ര വലിച്ചു നീട്ടിയൊന്നും ചോദിക്കില്ല അല്ലേ? എത്ര കേൾക്കുക? തും വഹാ ക്യാ കർ രഹേ എന്നേ കേൾക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. അതാണ് ഹിന്ദി സംസാരിക്കുമ്പോൾ ഉള്ളൊരു എളുപ്പമാർഗ്ഗം കേട്ടോ. ആ സെൻറ്റൻസിന് മുഴുവനായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, തും വഹാ ക്യാ കർ രഹേ ഹോ? നന്നായിട്ട് പറയാറിയുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നീ അവിടെ എന്ത് ചെയ്യുക? തും വഹാ ക്യാ കർ രഹേ? ഓക്കെ, ഇനി നിനക്ക് എന്ത് വേണം, നിനക്ക് എന്താ വേണ്ടേ എന്നൊക്കെ ചോദിക്കത്തില്ലയോ? ഹാ, തുമേ ക്യാ ചാഹിയേ? തുമേ ക്യാ ചാഹിയേ, അല്ലെങ്കിൽ താങ്കൾക്ക് എന്ത് വേണം? ആപ്കോ ക്യാ ചാഹിയേ. ആ വേണം എന്നുള്ള വാക്ക് ചാഹിയേ നമ്മളിതിന് മുമ്പ് ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ചാഹിയേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നിനക്ക് എന്ത് വേണം എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ കണ്ടേ? ക്യാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് കണ്ടു അല്ലേ? ഓക്കെ, ഇനി അതുപോലെ നീ എവിടെ പോവാ? അതെങ്ങനെ ചോദിക്കാം? നീ എവിടെ പോവാ? ഹാ, തും കഹാം ജാ രഹേ ഹോ? തും കഹാം ജാ രേ എന്നാ ചോദിക്കുക കേട്ടോ. തും കഹാം ജാ രഹേ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എവിടെ പോവുക എന്ന്. ഇനി അതുപോലെ നീ അത് എവിടെയാണ് വെച്ചേ എന്ന് ചോദിക്കത്തില്ല. നീ അത് എവിടെയാണ് വെച്ചത്? ഹാ, ഓ കഹാം റെഖ, അല്ലെങ്കിൽ എവിടെയാണ് വെച്ചിരുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു തായുടെ യൂസ് കൂടി വന്നു. കഹാ റെക്കാതാ, നീ അത് എവിടെയാണ് വെച്ചിരുന്നത് എന്ന് ചോദിക്കുന്നതാ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ കണ്ടേ? കഹാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡാണ് കണ്ടേ അല്ലേ? കഹാം എന്ന് പറഞ്ഞാൽ എവിടെ. ഇനി അതുപോലെ നീ എപ്പോൾ വരും എങ്ങനെ ചോദിക്കണ്ടേ? തും കബ് ആവോഗേ? തും കബ് ആവോഗേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എപ്പോൾ വരും. ഇനി നിനക്ക് എപ്പോൾ പോകണം അതെങ്ങനെ ചോദിക്കുക? നിനക്ക് എപ്പോൾ പോകണം? ഹാ, തുമേ കബ് ജാനാ ഹേ? തുമേ കബ് ജാനാ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എപ്പോൾ പോകണം. അപ്പോൾ ഇതിലേത് ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ കണ്ടത്? കബ് അല്ലേ, എപ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ 3 ക്വസ്റ്റ്യൻ വേർഡ്സ് കണ്ടു അല്ലേ? ഏതൊക്കെയാണ്? ക്യാ, കഹാ, കബ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതുപോലെ ഒത്തിരി ക്വസ്റ്റ്യൻ വേർഡ്സുകൾ നമുക്ക് അറിയാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു 50 days ചലഞ്ച് റണ്ണിങ് ആണ്, കഴിയാറായി ഏകദേശം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ കൊടുത്തിരുന്ന ലിങ്ക് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും 50 days സ്പോക്കൺ ഹിന്ദി ചലഞ്ച്. ഓക്കെ.